ഒരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അതേസമയം ജനാധിപത്യ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും ഇവിടെ അവരുടെ ആദർശങ്ങൾ പറയാൻ പറ്റുമെന്ന നിലപാടിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നയനിലപാടുകളിൽ നിന്ന് ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, തൊപ്പികൾ, ഇതൊക്കെ വിൽക്കുന്നതിന്റെ കർമ്മശാസ്ത്രപരമായ വിധി ഹറാമാണ്. പുതിയ കാലത്ത് മുസ്ലിം വിശ്വാസികൾ ഈ വിഷയത്തിൽ ജാഗ്രത കുറഞ്ഞു പോയിട്ടുണ്ട് എന്നത് തീർത്തും സത്യസന്ധമായ ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ആദർശം നമ്മൾ മുറുക്കി പിടിക്കേണ്ടതുണ്ട്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിന്റെയും ആഘോഷങ്ങളെ വിശ്വാസികളും ആഘോഷിക്കണം എന്നല്ല. മറിച്ച് നമ്മുടെ രാജ്യത്തുള്ള മതസ്വാതന്ത്ര്യം ഓരോ മതക്കാർക്കും അവരുടെ ആഘോഷങ്ങൾ അവർക്ക് നടത്താം, ആഘോഷിക്കാം. മറ്റു മതവിഭാഗങ്ങൾക്ക് മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും അതിലേക്ക് നിർബന്ധിപ്പിക്കുന്നതും കുറ്റകരമാണ്, പാടില്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവൻ അള്ളാഹിൽ വിശ്വസിക്കുന്നവനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും ചില കർമ്മങ്ങളെ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ഒരാൾ സാദൃശ്യമായാൽ അവൻ അവരിൽ പെട്ടവനാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഹദീസ് വളരെ കൃത്യമായി പുലരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ കുറിച്ച് പറയുന്നു, ലതത്തബിഉന്ന സുനന മൻ ഖബലകും, ലതത്തബിഉന്ന സുനന മൻ ഖബലകും. നിങ്ങളുടെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങളെ, ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. സംശയമില്ല, നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞു. എങ്ങനെ? ശിബ്റൻ ബിശിബ്രിൻ വദിറഅൻ ബിദിറാ, ചാണിന് ചാണ്, മുഴത്തിന് മുഴം എന്ന രൂപത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെയും സംസ്കാരങ്ങളെയും നിങ്ങൾ വാരിപ്പുണരുക തന്നെ ചെയ്യും. ചെയ്തു എന്നല്ല, ചെയ്യും, ഭാവിയിൽ വരാനുള്ളതാണ്. ഹത്താ, എത്രത്തോളം, ലൗ ദഖലു ഹുജറ റബ്ബിൻ, ഉടുമ്പിന്റെ മാടത്തിൽ അവർ പ്രവേശിക്കുകയാണെങ്കിൽ ലതബിഅതുമൂഹും, നിങ്ങളും അവരെ പോലെ ആ ഉടുമ്പിന്റെ മാടത്തിൽ കയറും. ഉടുമ്പിന്റെ മാടത്തിന്റെ പ്രത്യേകത എന്താ? നല്ല ഇരുട്ടുണ്ടാകും, വലിയ ദുർഗന്ധം ഉണ്ടാകും. എന്ന് വെച്ചാൽ എത്ര വൃത്തികെട്ട സംസ്കാരങ്ങളാണെങ്കിലും, എത്ര വൃത്തികെട്ട മോശപ്പെട്ടതാണെങ്കിലും നിങ്ങൾ അവരെ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വന്നസാറ, ഈ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയി ജൂത നസ്രാനികളാണോ നബിയെ? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണോ? അവരെ പിൻപറ്റുമെന്നാണോ അവിടുന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഫമൻ, അവരല്ലാതെ പിന്നാര? അവരെ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് പല മുസ്ലിം വീടുകളിലും ക്രിസ്മസ് വരുമ്പോ സ്റ്റാർ തൂങ്ങുകയാണ്. അവരുടെ വിധാനങ്ങൾ ഉടുക്കുകയും സ്റ്റാറ്റസ്, അതാ ക്രിസ്മസ് ആഘോഷങ്ങൾ നൽകുകയും ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ അവന്റെ FB പോസ്റ്റിൽ, അവന്റെ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിൽ കേക്ക് മുറിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഈ രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളോടല്ല. ഞാൻ പറയുന്നത് ഒരു മുഅ്മിൻ എന്ന നിലയിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ബാധ്യതയാണ്. ഇതൊരിക്കലും വർഗീയതയായി ചിത്രീകരിക്കാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ആദർശമുണ്ട്, നമുക്ക് ആഘോഷങ്ങളുണ്ട്. അതിലായിരിക്കണം വിശ്വാസി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം തുടങ്ങി മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും വേഷഭൂഷാദികളും സംസ്കാരങ്ങളും പ്രിയപ്പെട്ടവരെ നാം സ്വാംശീകരിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ആദർശം നഷ്ടപ്പെടുന്നു, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് തെറിച്ചു പോകുന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ നമ്മൾ നിസ്സാരമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളൊക്കെ
എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഓ മുഅ്മിനീങ്ങളെ, കേവലം പേരിൽ മാത്രം മുസ്ലിം ആയതുകൊണ്ടായില്ല, വെള്ളിയാഴ്ച ജുമുഅക്ക് മാത്രം വന്നതുകൊണ്ടായില്ല, നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമായില്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധമായ ഇസ്ലാമിൽ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾ പ്രവേശിക്കണം. എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നറിയോ നിങ്ങൾക്ക്? ജൂത വിഭാഗത്തിൽ നിന്ന് ഒരു പറ്റം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നിട്ടും ആ ജൂതന്മാരുടെ ചില സംസ്കാരങ്ങൾ വിടാൻ അവർക്ക് മനസ്സില്ല. അവർ ശനിയാഴ്ച ദിവസം വല്ലാതെ അവരെ ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു. നമുക്ക് വെള്ളിയാഴ്ചയാണല്ലോ ആദരിക്കേണ്ട ദിവസം, അവർ ശനിയാഴ്ചയെ വല്ലാതെ ആദരിക്കുന്നു. അതുപോലെ ഒട്ടകത്തിന്റെ മാംസം നമുക്ക് ഹലാലാണല്ലോ, ഇസ്ലാമിലേക്ക് വന്നിട്ടും ഒട്ടകത്തിന്റെ മാംസം അവർ കഴിക്കുന്നില്ല. അപ്പൊ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരാതെ മുസ്ലിമാണ്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിശ്വാസമുണ്ട്. ആ സമയത്താണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഒരിക്കലും നിങ്ങൾ പിശാചിന് വഴിപ്പെടാൻ പാടില്ല. ഈ അത്തരം ആഘോഷങ്ങളുടെ പേരിൽ മെല്ലെ 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 നമ്മുടെ ഈമാൻ കൊള്ളയടിക്കാനുള്ള പിശാചിന്റെ തന്ത്രമാണത്. അവൻ നിങ്ങളുടെ ശക്തമായ ശത്രുവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ പല സ്കൂളുകളിലും ആഘോഷങ്ങൾ തിമിർത്ത് ആടുകയാണ്. നമ്മുടെ പല മുസ്ലിം വിദ്യാർത്ഥികളും ഡ്രസ്സും മറ്റൊക്കെ കൊണ്ടുപോയി ആഘോഷിക്കുകയാണ്. ആ ചെറിയ മക്കൾക്ക് എന്തെങ്കിലും അറിയോ? രക്ഷിതാക്കളായ നമ്മളല്ലേ ബോധവൽക്കരിക്കേണ്ടത്. നമുക്ക് വല്ല കഥയുണ്ടോ? നമ്മളതിന്റെ ഗൗരവം ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിച്ച് നമ്മുടെ മതത്തിനകത്തു നിന്നുകൊണ്ട് മതസൗഹാർദ്ദത്തോടെ മറ്റൊരു മുസ്ലിമിനെ സഹായിക്കണ്ട എന്ന് പറഞ്ഞതിനർത്ഥമില്ല, ഒരു അമുസ്ലിം രോഗിയായ സന്ദർശിക്കണ്ട എന്നതിനർത്ഥമില്ല, ഒരു അമുസ്ലിമിനെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞതിനർത്ഥമില്ല. മറിച്ച് മാനുഷികമായ എല്ലാ മനുഷ്യത്വപരമായ മുഴുവൻ കാര്യങ്ങളും എല്ലാ മതവിശ്വാസികളും നമ്മൾ വെച്ചു പുലർത്തണം. പക്ഷേ അവരുടെ മതത്തിന്റെ, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ആഘോഷങ്ങൾ, അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ മതത്തിന്റെയും ഭാഗമായിരിക്കുന്ന സംസ്കാരങ്ങൾ, ചിഹ്നങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി ലോകസഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ച ഭരണഘടനാ ശില്പിയെ അംബേദ്കറിനെ കൊച്ചാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് എന്തിനാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ലോകമസിൽ പ്രക്ഷുബ്ധമായ സംഘടനകൾ ഉണ്ടായിരുന്നു അറിയോ നിങ്ങൾക്ക്? രാജ്യം ഒരു വിഭാഗത്തിന് എഴുതി കൊടുക്കാനുള്ളതല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. മെല്ലെ 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 ആസൂത്രിതമായ ശ്രമങ്ങൾ ഏത് ഭാഗത്തും ചുഴിഞ്ഞു കയറുമ്പോൾ, അത് ലോകസഭയിൽ മാത്രമല്ല, നമ്മുടെ കടകളിൽ ചുഴിഞ്ഞു കയറുന്നുണ്ട്, നമ്മുടെ സ്കൂളുകളിൽ ചുഴിഞ്ഞു കയറുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ കല്യാണങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മേഖലയിലും നമ്മൾ അറിയാതെ പാശ്ചാത്യന്റെ സംസ്കാരം, ജൂതന്റെ സംസ്കാരം, ക്രിസ്ത്യാനിയുടെ സംസ്കാരം പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് പാതകമാണ്, ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുകയും ആ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് നല്ല രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മുസ്ലിമായി ജീവിച്ച്, പൂർണ്ണ മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നയം, നമ്മുടെ നിലപാട് ആർക്കും ഉൾക്കൊള്ളാവുന്ന വളരെ വ്യക്തമായ നിലപാടാണ്. അള്ളാഹു വിഷയങ്ങളൊക്കെ അതിന്റെ ഹക്കായ രൂപത്തിൽ മനസ്സിലാക്കാനും പിൻപറ്റാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.